ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുമ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഒരു റീലാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ ഓഫീസില് ഒരു പെൺകുട്ടി പരാതിയുമായി വന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ക്യാപ്ഷൻ ഞാൻ പെട്ടെന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ വായിക്കുമ്പോൾ മനസ്സിലാക്കിയത് PSCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇതില് ഞാൻ നടപടി എടുക്കും, അവരുമായിട്ട് സംസാരിക്കട്ടെ, കൃത്യമായിട്ട് എന്താണെന്ന് അറിയട്ടെ, അപ്പോൾ പരാതി എടുക്കുമെന്നുള്ളതാണ്. അപ്പൊ PSC പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിൽ, അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ പോലും അട്ടിമറി നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും എന്താ പറയാ, ഏറ്റവും കുറ്റകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനെതിരെ ഉള്ള ഒരു നടപടിയായിട്ടല്ല, ഇനി എന്തിനാണ് PSC എന്നുള്ളൊരു ചോദ്യം, ഒരു വാദമുഖം ഉയർത്തുന്നവരുമുണ്ട്. അപ്പോ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക്, അതായത് PSC ഇല്ലാതെയാക്കുകയാണോ ഇതിന് പരിഹാരം എന്നുള്ള രീതിയിലേക്ക് പോകണമോ, അതോ ഇതിലെ ക്രമവിരുദ്ധമായിട്ടുള്ള നടപടികളെല്ലാം വേണ്ടാന്ന് വെക്കലും കൃത്യമായ നടപടി എടുക്കലുമാണോ വേണ്ടത്? തീർച്ചയായിട്ടും PSC പോലൊരു സ്ഥാപനം വളരെ മാതൃകാപരമാണ്. ഒരു ഭരണഘടനാ സ്ഥാപനമാണ് PSC. ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടന അനുസരിച്ച് സർക്കാർ ജോലികളിലേക്ക് ഉദ്യോഗാർത്ഥികളെ എടുക്കാൻ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭ്യസ്ത വിദ്യരുടെ തിരക്കുള്ള ഒരു സംസ്ഥാനമാണ്. ഇഷ്ടംപോലെ പഠിച്ചു വന്ന ആളുകളുണ്ട്. നമുക്കറിയാം, ഒരു LD ക്ലർക്കിന്റെ പോസ്റ്റിന് പോലും 1 ലക്ഷം 2 ലക്ഷം ആളുകൾ അപേക്ഷിക്കുന്ന ഒരു സംസ്ഥാനം. മാത്രമല്ല, വളരെ കാലം PSC കുറച്ച് ചെറിയ ചില ഇന്റർവ്യൂവിൽ ചില തിരിമറികൾ നടത്തിയിട്ടുണ്ട് എന്നതൊക്കെ ഒഴിച്ചാൽ ഇപ്പോ റിട്ടേൺ ടെസ്റ്റ് കറക്റ്റായി വരും, ഇന്റർവ്യൂവിൽ 1 മാർക്ക് കൂടുതൽ കൊടുക്കും, കുറച്ച് കൊടുക്കും. അങ്ങനെ പരാതി PSCക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ യൂണിവേഴ്സിറ്റികളിൽ ആ പരാതി വന്നിട്ടുണ്ട്. ചില DYFI നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെങ്ങന്മാർക്കും കൊടുക്കാൻ വേണ്ടി ചെയ്തു എന്നൊക്കെയുള്ള. അതൊന്നും PSCയുടെ പൊതുവെ കേരളത്തിൽ ഒരുവിധം മാന്യമായി നടക്കുന്ന, പ്രത്യേകിച്ചും റിട്ടേൺ ടെസ്റ്റ് മാന്യമായി നടക്കുന്ന ഒരു സ്ഥലമാണ് എന്നാണ് നമ്മളൊക്കെ ധരിച്ചിട്ടുള്ളത്. ഇപ്പൊ പല വക്കീലന്മാരും പറഞ്ഞു, ഞാൻ കേട്ടു, PSCക്കെതിരെ കേസ് വന്നാൽ അവർ എടുക്കാറില്ല. എന്തിനാ എടുക്കണേ? കാരണം PSC അങ്ങനെ തെറ്റ് ചെയ്യില്ല എന്ന വിശ്വാസം. പക്ഷെ ഇപ്പോൾ വളരെ ഗുരുതരമായ ആരോപണം വന്നിരിക്കും. പക്ഷെ ഇത് ആദ്യത്തെ ആരോപണം അല്ല. നമ്മൾ ഓർക്കുകയാണെങ്കിൽ 2 പോലീസ് കോൺസ്റ്റബിളിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണത്തിൽ 1ഉം 2 റാങ്ക് വന്ന ആളുകൾ, അത് SFIയുടെ നേതാക്കന്മാരായിരുന്നു അന്ന്. അപ്പോ അത് വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് സംശയം തോന്നി. നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, ഇവരുടെ റൂമിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഇരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ആദ്യമേ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, വലിയ തോതിലുള്ള ഗുരുതരമായ ആരോപണം വന്നു. പിന്നെന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. അന്വേഷണം എവിടെ പോയി എന്നൊന്നും അറിയില്ല. കാരണം വളരെ ഗുരുതരമായ ആരോപണമാണ്. PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉത്തരത്തിന് ഇതിനു മുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% മാർക്ക് മേടിക്കാമല്ലോ. ഈ 2 പേര്, 2 SFI നേതാക്കന്മാർ, യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചിരുന്ന ഗുണ്ട സംഘത്തിൽപ്പെട്ട ക്രിമിനൽ കേസൊക്കെ ഉള്ള അവരാണ് ഈ കേസിൽ ഇതിൽ 1-2 റാങ്ക് വന്നു. ആ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ചെയ്തു. പിന്നെ അന്വേഷണം എവിടെ പോയി എന്നറിയില്ല. അവരുടെ വീട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ പിടിച്ചെടുത്താണ്. അന്വേഷണം നടന്നില്ല. കാരണം അന്ന് ഭരിക്കുന്ന അവരാണ്. അതുകൊണ്ട് ആ കേസ് എങ്ങനെ ഇനിയിപ്പോ പുറത്തു വരുമെന്ന് അറിയില്ല. ഇപ്പോൾ വന്നിട്ടുള്ളത് അതിനേക്കാളൊക്കെ ഗുരുതരമായ ആരോപണമാണ്. ഒന്ന്, പ്ലാനിംഗ് ബോർഡിലെ വളരെ സീനിയറായ, വളരെ ഉയർന്ന വലിയ ശമ്പളമുള്ള, 1 ലക്ഷം രൂപയൊക്കെ ശമ്പളം കിട്ടാവുന്ന, 1-1.5 ലക്ഷവും കിട്ടാവുന്ന ഇൻഡസ്ട്രി ഇൻഫ്രാസ്ട്രക്ചർ, കോർഡിനേഷൻ, ഓപ്പറേഷൻസ് മാൻ, അങ്ങനെയുള്ള വളരെ ഉത്തരവാദപ്പെട്ട പോസ്റ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഇപ്പൊ വിവാദം വന്നത്. 2023 ഈ ടെസ്റ്റ് നടന്നത്. അത് കഴിഞ്ഞ് ഒരാൾക്ക് നിയമനം കൊടുത്തു, ബാക്കിയുള്ളവരുടെ ലിസ്റ്റ് ഇട്ടു, ചിലരുടെ അഡ്വൈസ് മെമ്മോ അയക്കാൻ പോകുന്നു. ആ ഘട്ടത്തിൽ ഒരു പരാതിക്കാരൻ, ഇപ്പോഴല്ല, അദ്ദേഹം കുറെ കാലമായി തുടങ്ങിയിട്ട്, അദ്ദേഹം ഇതിൽ സംശയമുണ്ട് റിട്ടേൺ ടെസ്റ്റിൽ, കാരണം വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരുത്തനാണ് കിട്ടിയേക്കണേ, എന്തായാലും അയാളേക്കാൾ നന്നായി ഞാൻ ടെസ്റ്റ് എഴുതിയിട്ടുണ്ടാവും എന്ന് ഇയാൾ ഉറപ്പിച്ച് പറയുകയാണ്. അങ്ങനെ ഇയാൾ പറഞ്ഞു, ഇയാൾ എന്ത് ചെയ്യുന്ന ഈ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, ഈ ആൻസർ പേപ്പർ കിട്ടണം നമുക്ക്. PSCയുടെ ആൻസർ പേപ്പർ കമ്പാരിറ്റീവ് ആക്കി എടുക്കണം. ഇയാൾ RTI വെച്ച് കൊടുത്തില്ല. കുറെ പ്രാവശ്യം അപേക്ഷിച്ചു, കൊടുത്തില്ല. ഒടുവിൽ RTIയുടെ അപ്പീൽ അതോറിറ്റിയിൽ പോയപ്പോൾ അവർ കൊടുക്കാൻ പറയും. കാരണം അത് സ്വാഭാവികമാണ്. പരീക്ഷ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്താൽ അത് കൊടുക്കണം. അത് കൊടുക്കാതെ അതിൽ ഒരാൾക്ക് ഇൻഡസ്ട്രി ഇൻഫ്രാസ്ട്രക്ചർ പോസ്റ്റിലേക്ക് അപ്പോയിന്റ്മെന്റും കൊടുത്തു. ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞു, ആൻസർ പേപ്പർ കിട്ടിയപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. പകുതി ചോദ്യങ്ങളുടെ ഉത്തരം നോക്കിയിട്ടില്ല. ഇപ്പൊ 20 ചോദ്യം ഉണ്ടെങ്കിൽ ആദ്യത്തെ 10 ചോദ്യം മാത്രം നോക്കും, അവസാനത്തെ 10 ചോദ്യം നോക്കില്ല. ആരുടെയും നോക്കിയിട്ടില്ല. അതായിരിക്കും ചിലപ്പോൾ ടഫായിട്ടുള്ളത്, അതിനായിരിക്കും മാർക്കുകൾ, എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും അപ്പൊ 10 ചോദ്യം മാത്രം നോക്കി ഒരു 20 ചോദ്യത്തിന്റെ ടെസ്റ്റ് പേപ്പറിൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ അഴിമതിയാണ്. അപ്പൊ ഇയാളെ എല്ലാവരും എടുത്തു, എല്ലാവരുടെയും അതുപോലെ തന്നെ. അങ്ങനെയാണ് ഈ പോസ്റ്റുകളിലേക്കൊക്കെ വന്നിട്ടുള്ള ഈ ആരോപണം. ഇയാള് പിന്നെ പരാതി കൊടുത്തു. എന്നിട്ട് വിജിലൻസ് അന്വേഷിക്കാൻ പറഞ്ഞു. ഇന്റേണൽ വിജിലൻസ് അന്വേഷിച്ചു, ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ്
അവരെ സംരക്ഷിക്കുന്ന ഒരു റിപ്പോർട്ട് കൊടുത്തു. ആ സമയത്താണ് മന്ത്രിസഭ മാറുന്നത്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, PSC എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും രാഷ്ട്രീയക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. ഒരു പണിയും ചെയ്യാതെ PSC ചെയർമാനായിരിക്കുക, ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങുക. മുമ്പ് ചിലപ്പോൾ സർവീസിൽ ഇരുന്ന ആളുകളൊക്കെ ആവും. അവർക്ക് അവരുടെ ശമ്പളവും കിട്ടും, അവരുടെ പെൻഷനും കിട്ടും, ഈ ശമ്പളവും കിട്ടും. പിന്നെ കാറ്, മറ്റെല്ലാ സൗകര്യങ്ങളും. 20-21 മന്ത്രിമാരെയൊക്കെ കൂടുതൽ PSC അംഗങ്ങളുടെ ഒരു സ്ഥലം. അതിൽ തന്നെ ഒരു തെറ്റുണ്ട്. കാരണം കർണാടകയിൽ ഇതിനേക്കാൾ ഇരട്ടിയുണ്ട് സ്ഥലം. പക്ഷെ അവിടെ 7 PSC മെമ്പർമാരേ ഉള്ളൂ. UP വളരെ കുറച്ച് PSC മെമ്പർ. UPSCയിൽ ഇന്ത്യ മുഴുവൻ ടെസ്റ്റ് നടന്ന അവിടെ പോലും PSC മെമ്പർമാരുടെ എണ്ണം വളരെ കുറവാണ്. എന്തുകൊണ്ട് 20 പേര് ഇവിടെ എന്തിനാ ഘടകകക്ഷികൾക്ക് പങ്കുവയ്ക്കാനാണ്. അത് LDF ഉള്ളപ്പോഴും UDF ഉള്ളപ്പോഴും ചെയ്തിട്ടുണ്ട്. അവർ മത്സരമാണ്. ഇപ്പൊ ഈ LDFന്റെ ഭരണത്തിന്റെ കാലത്ത് ഒരു വലിയ വിവാദം ഉണ്ടായത്, ഒരാൾ കാശ് മേടിച്ചു. മെമ്പർഷിപ്പ് വെച്ചാൽ PSC അംഗമാക്കാൻ വേണ്ടി കാശ് വാങ്ങി എന്നുള്ള വലിയൊരു പരാതിയൊക്കെ വന്നു. എങ്കിലും അതൊക്കെ മുങ്ങിപ്പോയി. കാരണം അത് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ, ഒരു പരാതി വന്നാൽ അതങ്ങോട്ട് മുങ്ങിപ്പോകും. പിന്നെ അതിനൊരു ഫോളോ അപ്പ് ഉണ്ടാവില്ല, അന്വേഷണം ഉണ്ടാവില്ല, ആരും ശിക്ഷിക്കപ്പെടില്ല. ഇപ്പൊ സംഭവിച്ചത് വളരെ ഗുരുതരവും തെളിവ് സഹിതം സംഗതി പുറത്തു വന്നിരിക്കും. അപ്പൊ ഈ PSC മെമ്പർമാർക്ക് യഥാർത്ഥത്തിൽ PSC മെമ്പർമാർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവണമെന്ന് പോലും നിർബന്ധമില്ല. ഇപ്പൊ അവര് എന്താ പറയാ, അവരിരിക്കുന്ന ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി പ്ലാനിംഗ് ബോർഡ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിലെ അല്ലെങ്കിൽ വലിയ ഉദ്യോഗങ്ങളിൽ ഉള്ള ആളുകളെ ഇന്റർവ്യൂ ചെയ്യാനൊക്കെ ഈ വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തവരിക്കും. എന്നിട്ട് ഇവര് എന്തെന്ന് ചെയ്യും, ഇന്റർവ്യൂ ലേശം മാർക്ക് കൂട്ടിക്കൊടുക്കും വേണ്ടപ്പെട്ട ആളെ. അത് മിക്കവാറും പാർട്ടിയാണ്. പ്രത്യേകിച്ചും LDF വരുമ്പോൾ അവർ വളരെ ഓർഗനൈസ്ഡ് ആണ്. അപ്പോൾ വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഈ തട്ടിപ്പ് മുഴുവൻ നടത്തുക. UDF ആകുമ്പോൾ എന്താ വെച്ചാൽ ഒരുത്തൻ ചെയ്താൽ വേറൊരുത്തൻ പറയും. അപ്പൊ കോൺഗ്രസിന്റെ ആൾ ചെയ്താൽ ലീഗ് പറയും, അല്ലെങ്കിൽ കോൺഗ്രസിൽ തന്നെ ഗ്രൂപ്പുകാർ പറയും. ഇതിൽ അതില്ല. വളരെ രഹസ്യാത്മകമായി ഇത് ചെയ്തു. ഇത് വളരെ കയ്യോടെ ഈ സാധനം പിടിച്ച് ഇത് വന്നു കഴിഞ്ഞപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എടുത്തപ്പോഴാണ് ഏറ്റവും ഞെട്ടിയത്. വിജിലൻസ് അന്വേഷിച്ചിട്ട് ഇതിലൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇന്റേണൽ വിജിലൻസ് അവർ റിപ്പോർട്ട് കൊടുത്തു. അപ്പൊ ആരൊക്കെ തെറ്റ് ചെയ്തു? PSC അംഗങ്ങൾ തെറ്റ് ചെയ്തു. PSC ഇത് എന്തായാലും അംഗങ്ങൾ അറിയാതെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് പറ്റിയ കൈത്തെറ്റല്ല, ഉറപ്പാണ്. മാത്രമല്ല വലിയ തോതിൽ ഇന്റർവ്യൂവിൽ പണം വാങ്ങിയെന്ന പരാതി വരെ എത്തിയിട്ടുണ്ട്. PSC ചെയർമാനും അംഗങ്ങളും ചില ആളുകളെ കയറ്റിവിടാൻ വേണ്ടി, അല്ലെങ്കിൽ പാർട്ടി സ്വാധീനം. ഇപ്പോ ഏറ്റവും ഒടുവിൽ കുഫോസിൽ വന്നിട്ടുണ്ട്. കുഫോസിൽ നിന്നൊരു പരാതി ഇന്നലെ വന്നിട്ടുണ്ട്. കുഫോസിൽ നിയമനത്തിന് വന്ന ആളുകൾ അവിടെ കുഫോസിൽ നിന്നുള്ള കുട്ടികൾക്കാണ് എല്ലാ നിയമനവും കിട്ടിയേക്കുന്നത്, ഫിഷറീസിലെ ഡിപ്പാർട്ട്മെന്റിലെ. അതെന്താന്ന് ചോദിച്ചപ്പോൾ കുഫോസിലുള്ള ആളെ ഇനി ഇന്റർവ്യൂവിന് വന്നത്. ഈ കുഫോസിൽ നിന്ന് വന്ന ആളുകളൊക്കെ അവിടുത്തെ SFI നേതാക്കന്മാരാണ്. അവർക്കാണ് എല്ലാ അപ്പോയിന്റ്മെന്റും കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗുരുതരമായി ഇത് അന്വേഷിച്ചു വന്നാൽ വലിയ പണ്ടോരാസ് പെട്ടിയാവും. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഒരുപാട് നിയമനങ്ങൾ തെറ്റായിപ്പോകും. ഇപ്പൊ ശബരിമല കൊള്ള പോലെ യഥാർത്ഥത്തിൽ വല്ല SIT ഒക്കെ വെച്ച് ഇത് ആദ്യം മുതൽ അവസാനം വരെ അന്വേഷിച്ച് ഹൈക്കോടതിയൊക്കെ ഇടപെട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ ഉള്ളൊരു പ്രശ്നം ഒരു യുവതലമുറയുടെ വിശ്വാസ്യതയാണ് തകർത്ത് കളയുന്നത്. അവരെ ഇത് പ്രതീക്ഷിച്ചിരിക്കുന്ന PSC കോച്ചിങ്ങിന് പോകുന്നവര് ഒക്കെ ഉണ്ട്, ഇഷ്ടം പോലെ എത്രയോ പേരുണ്ട്. വർഷങ്ങളായി കോച്ചിങ്ങിന് പോകുന്നവരുണ്ട്. ഇത് കിട്ടിയാൽ എപ്പോഴെങ്കിലും ഒരു ജോലി കിട്ടിയാൽ ഉറപ്പായല്ലോ ജീവിതം എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇപ്പോ ഇവര് വന്നിട്ട് PSCയുടെ 3 വയസ്സോ എന്തോ കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഒരു ഇതിന്റെ കാലാവധി നീട്ടുന്നതുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രവേഴ്സി ഉണ്ടായി. സാറിന് ഓർമ്മയുണ്ടാവുമല്ലോ, അതായത് സെക്രട്ടേറിയറ്റിന്റെ അവിടെ ഈ ഉദ്യോഗാർത്ഥികളൊക്കെ കൂടെ സമരം ചെയ്തതും പുല്ല് കഴിച്ചതും ഒക്കെ ആയിട്ടുള്ള എത്ര കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഏറ്റവും കൂടുതൽ പരാതി വന്നത് അതുകൊണ്ടാണ്. ഈ കാലം മറ്റേ റാങ്ക് ലിസ്റ്റ് പൂർത്തിയാവുമ്പോൾ 1ാം റാങ്കുകാരന് പോലും അപ്പോയിന്റ്മെന്റ് കിട്ടിയില്ല. പിന്നെ എന്തിനാണ്? അപ്പൊ ഒന്ന് തന്നെ PSCയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കണം. കാരണം ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വേക്കൻസി ഉണ്ടെന്നല്ല പറയണ്ടേ, 3 വർഷം കഴിഞ്ഞാൽ വേക്കൻസി ഉണ്ടാവും എന്ന് പറഞ്ഞാണ് ഇപ്പൊ നോക്കാൻ. കാരണം പ്രൊമോഷനൊക്കെ വെച്ച് അവർക്ക് കണക്കാക്കാലോ. അത് കഴിഞ്ഞ് അപ്പൊ കൊടുത്തിട്ട് ഇയാൾ പിരിയുമ്പോ പുതിയ ആൾ അവിടെ വരണം. ഇപ്പൊ അങ്ങനെയല്ല, ഒരാൾ പിരിഞ്ഞു കഴിഞ്ഞിട്ടാണ് ചിലപ്പോ കൊടുക്കുക. പല ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് ചെയ്യുന്നില്ല, PSC അത് തിരിച്ചു ചോദിക്കുന്നില്ല. കാരണം പരമാവധി നിയമനം കുറയ്ക്കുക എന്നുള്ളതുണ്ട്. മാത്രമല്ല ഈ ഗ്യാപ്പിലൂടെ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ കയറ്റുക എന്നുണ്ട്. യഥാർത്ഥത്തിൽ PSC പിരിച്ചുവിടുന്നില്ല വേണ്ടേ, PSC കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കണം കേരളത്തിൽ. അതിൽ അംഗസംഖ്യ കുറയ്ക്കണം എന്നാണ് ഞാൻ പറയേണ്ട ഒരു കാര്യം. അപ്പൊ വിജയമൊന്നും അറിയില്ല. രണ്ടാമത് ഈ പറഞ്ഞതുപോലെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് 2 ആഴ്ചക്കകത്ത് എല്ലാ ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യണം. PSC എല്ലാ ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യണം, ആ ഒഴിവുകൾ നികത്തണം. ഇപ്പൊ ഒഴിവായിട്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം, അതാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ടൊരു PSC വിജ്ഞാപനം വന്നാൽ 3 കൊല്ലം 4 കൊല്ലം എടുക്കും അപ്പോയിന്റ്മെന്റ് വരാൻ. എന്ന് പറഞ്ഞാൽ അത്രയും കാലം അവിടെ ആളില്ല. അവിടെയാണ് പ്രശ്നം, അത്രയും കാലം അവിടെ ആളില്ല.
അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു സർക്കാർ യന്ത്രം മുമ്പോട്ട് പോവുക. അതുകൊണ്ട് കാര്യക്ഷമമായി പ്ലാൻഡ് ആയിട്ട് വേണം. സാധാരണ UPSC ഒക്കെ അങ്ങനെയാണ്. ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന വർഷം 2029-30 ഇത്ര ആളുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിജ്ഞാപനം കൊടുക്കണം. എന്നിട്ട് അതിനനുസരിച്ച് നമ്മളിപ്പോ നടത്തി പിരിയുന്ന അന്ന് മറ്റേ ആൾ കയറണം. അതെ അതാണ് പിരിയുന്ന അന്ന് പുതിയ ആൾ കയറണം. ഒരുപക്ഷെ ആള് പ്രൊമോഷൻ ആയിരിക്കും. പ്രൊമോഷൻ ആണെങ്കിൽ താഴെ ഒരു പോസ്റ്റ് വരുമല്ലോ. അതെ താഴെ ഒരു പോസ്റ്റ് വരും. അങ്ങനെയുള്ള സംവിധാനം PSCക്ക് ഉണ്ടാവണം. കുറെ കൂടി സുതാര്യമാണ് PSC. ഒരു സംശയവുമില്ല. കാരണം ഈ പറഞ്ഞതുപോലെ പാർട്ടിക്കാർ കയറുക, അല്ലെങ്കിൽ ഏത് പാർട്ടിയായാലും, ഞാളിപ്പോ കോൺഗ്രസ് വന്നിട്ട് അവർ കയറിയാൽ ഇത് തന്നെയാണ് സ്ഥിതി. അത് ചെയ്യാൻ പാടില്ല. മാത്രമല്ല യോഗ്യതയുള്ള ആളുകളെ PSCയിൽ നിയമിക്കുകയും വേണം. PSC കമ്മിറ്റിയിൽ. എന്റെ പാർട്ടിക്കാരൻ നോമിനി മാത്രം ഉം. വരുന്നത് കൊണ്ട് PSCക്ക് ഒരു ഗുണമില്ല. ജനങ്ങളുടെ വിശ്വാസ്യത തകരും ചെയ്യും.